അപ്പോൾ നമുക്കിന്ന് ഒരു ഹെന്ന ഡിസൈനിങ്ങിന് ബേസിക്കായിട്ട് വേണ്ട എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ലൈൻസാണ്. അതിൽ നമുക്ക് തിൻ ലൈൻസും ഉണ്ട്, തിക്ക് ലൈൻസും ഉണ്ട്. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അടുത്ത പോയിന്റ് വരെ നമ്മുടെ സർഫസിൽ മുട്ടിക്കാതെ ഇതുപോലെ വലിച്ചു കൊണ്ടുവന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് തിക്ക് ലൈൻ വരയ്ക്കാൻ നല്ല ഈസിയാണ്. അതായത് നമ്മൾ ആദ്യം പഠിച്ച ലൈനില്ലേ, അങ്ങനെ ഒരു 2 ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് വരുന്നതാണ് സ്പൈറൽ. നമ്മൾ മെയിനായിട്ട് ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. ഇതാ ഇതിൽ കാണുന്ന പോലെ വരച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പൈറലും കിട്ടും. നെക്സ്റ്റ് വരുന്നതാണ് ഡോട്ട്സ് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. നമ്മുടെ കയ്യിൽ പ്രഷർ അനുസരിച്ചിരിക്കും ഡോട്ട്സ് പെർഫെക്റ്റ് ആവണത്. കുറച്ചധികം പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വലിയ ഡോട്ടും, അതുപോലെ അധികം പ്രഷർ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ചെറിയ ഡോട്ട്സും നമുക്ക് കിട്ടും. ദെൻ ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മഴത്തുള്ളിയുടെയൊക്കെ ഷേപ്പാണ്. അത് നമുക്ക് 2 ടൈപ്പിൽ വരക്കാം. ഫസ്റ്റ് ഇതാ ഇതുപോലെ ആദ്യം തന്നെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് താഴോട്ടൊരു ചെറിയ ലൈൻ കൊടുക്കുക. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വരച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ചെറിയൊരു ലൈൻ കൊടുത്തിട്ട് താഴോട്ട് പ്രഷർ അപ്ലൈ ചെയ്യണം. അടുത്തതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എലമെൻറ്റ്, ഹംസാണത്. നമ്മളൊരു ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബ്രൈഡൽ ഡിസൈനിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യണത് ഹംസായിരിക്കും. ഹംസ് വരക്കാൻ ഭയങ്കര ഈസിയാണ്. ആദ്യം തന്നെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ടത് ഇതുപോലെ റാ പോലെയോ അല്ലെങ്കിൽ നാ പോലെയോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹംസും കിട്ടും. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ്സാണ്. അത് നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാതെയോ അല്ലെങ്കിൽ ഫില്ല് ചെയ്തോ വരക്കാം. അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ പോലെ നമുക്ക് മാറ്റിയെടുക്കാം. അടുത്ത ലീവ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡ്രോപ്സ് പഠിച്ചില്ലേ, അതിൽ ചെയ്ത മാതിരി ഒരു ചെറിയ ലൈൻ കൊടുത്തിട്ട് താഴോട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തതാ ഇതുപോലെ ലീവ്സ് വരുന്ന ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യണതാണ്. അടുത്തത് വരുന്നതാണ് വൈൻസ്. അതിനായിട്ട് നമുക്ക് കർവ്ഡ് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ലീവ്സും ഡ്രോപ്സും ഒക്കെ പഠിച്ച മാതിരി അതേപോലെ തന്നെ നമുക്കിതിൽ ഇതിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കാം. സർക്കിൾ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് വരച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും റൗണ്ട് യൂസ് ചെയ്യണത്. ഇതുപോലെ ചെറുതോ വലുതോ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്ത് വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട. ഓക്കെ.